ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പഴുത്ത നേന്ത്രപ്പഴം വെച്ച് ചെയ്യാൻ പറ്റും നല്ലൊരു ഐറ്റമായിട്ടാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് വേഗം നോക്കിച്ചേരാം. പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് ആദ്യം നേന്ത്രപ്പഴം ഒന്ന് വേവിക്കാൻ പോകാൻ കേട്ടോ. നല്ല പഴുത്ത പഴമാണെങ്കിൽ നല്ല രസം ഉണ്ടാവും കഴിക്കാൻ. അപ്പോൾ ഇതിനകത്തോട്ട് അത്യാവശ്യം ഒരു മീഡിയം വലുപ്പമുള്ള ഒരു നേന്ത്രപ്പഴം ഞാനിങ്ങനെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നേന്ത്രപ്പഴം തന്നെ മതി. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. നല്ല പോലെ വെന്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ഇതിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആവിയിൽ വേണമെങ്കിൽ വേവിച്ചെടുക്കാം, വെള്ളത്തിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി ഇവിടെ വെന്തിട്ടുണ്ട്, ഞാനിത് എടുത്ത് മാറ്റുന്നുണ്ട്. ഇപ്പോൾ തൊലി കളഞ്ഞിട്ടുണ്ട്, ചൂടൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ വലിയ ജാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ്. ഞാൻ ഏകദേശം 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ടൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3-4 ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. ആ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ട് വരാം. വെള്ളം ചേർക്കാതെയാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തിട്ടില്ല. അപ്പോൾ നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. അപ്പോൾ തേങ്ങാപ്പാൽ ഏകദേശം ഒരു 1/2 മുറി തേങ്ങ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. 2.25 കപ്പ് പാലുണ്ട്. അപ്പോൾ മാക്സിമം അത്രയും പാൽ മതി. ഒരുപാട് കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നേരം വേവിക്കേണ്ടി വരും. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇനി ഇതുപോലൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അരിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. നേന്ത്രപ്പഴത്തിൻ്റെ ചെറിയ പീസൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഏലക്കയുടെ കുരുവൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. മുമ്പ് നമ്മൾ വേറെ ശർക്കരയൊക്കെ വെച്ചിട്ട് വേറൊരു ടൈപ്പ് കിണ്ണത്തപ്പം ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ഈസിയാണ് ചെയ്യാൻ, ടേസ്റ്റിയുമാണ്. അപ്പോൾ നന്നായിട്ട് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഏലക്കയുടെ കുരുവും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഒരു പീസ് നേന്ത്രപ്പഴത്തിൻ്റെ പീസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കളഞ്ഞിട്ട് ഇനി ഇതൊന്ന് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ഇത് ചൂടാക്കാൻ വെച്ചാൽ തന്നെ നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടാണ് കേട്ടോ വെക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ നെയ്യ് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നന്നായിട്ട് സെറ്റായി കിട്ടാനും നമുക്കിത് കട്ട് ചെയ്തെടുക്കാനുള്ള പാകത്തിനാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് കുറുകി തുടങ്ങുമ്പോൾ മാത്രം ലോ ടു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്കിത് കുറുക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് സമയം സാധാരണ കിണ്ണത്തപ്പൊക്കെ ചെയ്യുമ്പോൾ 1/2 മണിക്കൂറൊക്കെ കുറുക്കേണ്ടി, അതിന് മേലെ കുറുക്കേണ്ടി വരും. ഇതിൽ അത്ര സമയം വേണ്ട. കോൺഫ്ലോർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചൂടാകുമ്പോൾ തന്നെ ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്കിത് കുറച്ചും കൂടി നന്നായിട്ട് തിക്കാക്കി എടുക്കണം. നല്ല തിക്കാവുമ്പോൾ മാത്രമേ നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ള പരുവത്തിൽ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ കഴിക്കാനൊക്കെ പറ്റും, പക്ഷെ കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ പതഞ്ഞിങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ചും കൂടി ഒന്ന് നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നെയ്യുടെ ഭയങ്കര ടേസ്റ്റൊന്നും ഉണ്ടാവില്ല നെയ്യ് ചേർത്തു എന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ ചേർക്കുന്നുണ്ട്. മൊത്തത്തിൽ 3-4 സ്പൂൺ ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നാലേ നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ ഉണ്ടാവുള്ളൂ കാണാൻ. അപ്പോൾ ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് നെയ്യ് നന്നായിട്ട് ഇതിൽ പിടിക്കണം. അതിനുശേഷം ഞാൻ വീണ്ടും 1 സ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. കുറച്ചും കൂടി ഒന്ന് കുറുക്കിയാൽ മാത്രമേ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ അതങ്ങ് ഉടഞ്ഞ മാതിരി ആയിപ്പോവും. അപ്പോൾ നന്നായിട്ട് പാനിൽ നിന്ന് ഒരു വിട്ട് വരുന്ന പരുവായി കിട്ടണം. അപ്പോൾ ഇത്രയും നേരം കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ നന്നായിട്ട് പാനിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത ഒരു പരുവത്തിലായിട്ടുണ്ട്. നല്ല തിക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വെക്കാം. സെറ്റ് ചെയ്യാൻ ഞാനിവിടെ നോർമലായിട്ടൊരു പ്ലേറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ നന്നായിട്ട് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിന് ചൂടാറുന്ന സമയത്ത് നല്ല പോലെ സെറ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിനി നന്നായിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് ചെയ്ത് വന്ന സമയത്ത് എനിക്ക് ഏറ്റവും അവസാനം ഫോട്ടോ എടുക്കുമ്പോൾ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് ഇത് താഴെ പോയി. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ്. നന്നായിട്ട് ചൂടാറി പ്ലേറ്റിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് തിരിച്ചിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ചിട്ടപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയി കേട്ടോ. പക്ഷെ ഞാൻ ഫോട്ടോ എടുക്കാനുള്ളതുകൊണ്ട് ഒരു സൈഡ് മാത്രം എന്നിട്ട് കട്ട് ചെയ്ത് ഫോട്ടോ എടുത്തതാണ്. അപ്പോൾ ഈ പീസ് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എവിടെയാണ് പൊട്ടിപ്പോയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കാരണം ഇത് ഭയങ്കര സോഫ്റ്റായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇടുമ്പോൾ ഒരു കയ്യിൽ ചുമ്മാ ഇങ്ങനെ പിടിക്കാതെ ഒരു പാത്രത്തിലോട്ട് തട്ടണം. ഞാൻ കയ്യിൽ ചുമ്മാ കേക്ക് പിടിക്കണ മാതിരി പിടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി പോർഷൻ താഴെ പോയി. അപ്പോൾ കണ്ടോ, ഈ സൈഡ് ഇങ്ങനെ കട്ടായി പോയി.
നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓൾറെഡി ക്ലിക്ക് ചെയ്താലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.